മന്ത്രി രാജാവിനെ തേടി കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. മിടുക്കൻ. സമ്പ്രദായങ്ങളൊന്നും താൻ തെറ്റിച്ചില്ല. ഗുഡ്. ക്ഷണിക്കാതെ വരുന്ന അതിഥിക്ക് ആതിഥേയന്റെ മനസ്സ് പോലെയാണ് ആതിഥ്യം. ബോധത്തോടെ അല്ലെങ്കിലും നീ പറഞ്ഞത് സത്യമാണ്. നിന്റെ മനസ്സ് പോലെ തന്നെ ചീഞ്ഞതാണ് നീ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ഈ പാലസിന്റെ പവിത്രത നിനക്കറിയില്ല. വില നിനക്കറിയില്ല. അറിയാം. രാജാക്കന്മാരുടെ രാജാവ്, സകല പ്രതാപങ്ങളുമുള്ള ഹിസ് ഹൈനസ് പ്രതാപവർമ്മ തമ്പുരാൻ വാഴുന്ന കൊട്ടാരം. ആ കൊട്ടാരം വാഴുന്ന തമ്പുരാന്റെ മേനി ദിവ്യമാണ്. ആ പൂമേനിയിൽ പൂഴി മണൽ പോലും വീഴാതെ സൂക്ഷിക്കാൻ ചുറ്റും കൊട്ടാര പട്ടാളക്കാർ. നിർദ്ദേശങ്ങൾ ഉത്തരവുകളാണ്. പാലിക്കാൻ രാഷ്ട്രീയ ബാല്യക്കാരും. സഞ്ചാരങ്ങൾ ഘോഷയാത്രകളാക്കി, ഭക്ഷണം അമൃതാക്കി ഭക്ഷിക്കുന്ന മനുഷ്യരിൽ പരമദിവ്യൻ. മണ്ണിൽ ദൈവത്തിന്റെ പ്രതിപുരുഷൻ. നിന്റെ ഓരോ പര്യായങ്ങളും നിന്നേക്കാൾ കൂടുതൽ അറിയുന്നത് എനിക്കാണടാ. അറിവിന്റെ കെട്ടഴിച്ച് കാണിക്കാനാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കൊടിച്ചിപ്പട്ടിക്ക് നെറ്റിപ്പട്ടം കെട്ടാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഞാൻ വന്നത് നീ ഒടിച്ചു കളഞ്ഞ ഈ കാലൊന്ന് നിന്നെ കാണിക്കാന്. പിന്നെ ഈ കാർഡ് ഡൽഹിയിലെ ബോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഗർവാളിന്റെ. നാളെ നിനക്കിത് ആവശ്യം വരും. പഴയ IPS കാരനല്ല ഇത് പറയുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി രാമദേവൻ നായനാർ. സംസ്ഥാന മുഖ്യമന്ത്രി? ഒരുപാട് മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നും ഇന്നും മന്ത്രിവർഗം വിഡ്ഢികളാ, തന്നെ പോലെ. തൂണുനൂലിട്ട് പാളത്താറ് കൊടുത്ത് നിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നിരുന്ന പഴയ കൊട്ടാര മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവാം. ജനാധിപത്യം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തിലേറി പിറ്റേന്ന് നിന്റെ ദർബാറിൽ വന്ന് നിനക്ക് പാദസേവ ചെയ്തിരുന്ന ഖദറുടുപ്പിട്ട പുതിയ മന്ത്രിമാരെയും നീ കണ്ടിട്ടുണ്ടാവാം. അധ്വാനിക്കുന്നവന്റെയും പാവപ്പെട്ടവന്റെയും തിളയ്ക്കുന്ന രക്തം ചിന്തയിലും കൊടിയിലും ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി പോരാടുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവില്ല, അടുത്തറിഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ ചൂടും അടിയുടെ വേദനയും നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. എനിക്ക് നീ തന്നതിന്റെ 10 ഇരട്ടി ഞാൻ നിനക്ക് തിരിച്ചു തരും, പലിശ അടക്കം. കഴിയുമെങ്കിൽ നിനക്കെന്നെ നേരിടാം വിത്ത് യുവർ ഫുൾ ആർമി. കാണാം. ബോംബെ പോലീസിന്റെ ഫാക്സ് മെസ്സേജ്. പാർട്ടിയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് അവർ നേരത്തെ റെഫർ ചെയ്തിരുന്നു. ബോംബെയിൽ നിന്ന് ഒരു വാടക കൊലയാളി കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു. മഹാരാഷ്ട്ര പോലീസിന്റെ മോസ്റ്റ് വാണ്ടഡ് പ്രൊഫഷണൽ കില്ലർ, സ്പെഷ്യലൈസ്ഡ് ഇൻ പൊളിറ്റിക്കൽ അസാസിനേഷൻ, എ ഷാർപ്പ് ഷൂട്ടർ. എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യണം. ആർഡിക്ക് ചുറ്റും മഫ്റ്റിയിൽ എപ്പോഴും ഒരു സെക്യൂരിറ്റി വിംഗ് ഉണ്ടായിരിക്കണം. അതിന്റെ ഇൻചാർജ് സേവിയർ ആയിരിക്കും. ആർഡിയുടെ ഔട്ട് സ്റ്റേഷൻ പ്രോഗ്രാമും ടൂറും ഈവൻ പേഴ്സണൽ ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നതും ഡെസ്റ്റിനേഷനിലെ സെക്യൂരിറ്റി ചാർജും അബുട്ടിക്കരി. ശരി സാർ. CMന്റെ എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് നേരത്തെ കിട്ടണം സാർ. മരണത്തിൽ നിന്ന് ഞാൻ ആർഡിയെ തിരിച്ചു കൊണ്ടുവന്നത് മറ്റൊരു ദുരന്തത്തിലേക്കാവരുത്. കൊടുത്തു തീർക്കാനും ഒടുക്കി ഒതുക്കാനും ഒരുപാടുണ്ട്. അടിച്ചുടച്ച കാലിന്റെ ശക്തിയും വീര്യവും ആർഡിയുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അവനെ തിരിച്ചു കൊണ്ടുവന്നത് അതിനാണ്.